ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എനിക്കൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനെയും പിന്നെ നവീനെയാണ് കാണിക്കുന്ന, രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇപ്പം മനസ്സിലുള്ള പെൺകുട്ടിയെ കുറിച്ച് അമ്മയോട് പറഞ്ഞാലും അമ്മയ്ക്ക് ആ പെൺകുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അതെന്താ നവീനേട്ടാ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തൻ്റെ ഇടികളായ പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടം വീട്ടിൽ പാവത്തെ പോലെ ഇരിക്കുന്ന പെൺകുട്ടികളെ. അങ്ങനെയാണെങ്കിൽ നവീൻ എൻ്റെ മനസ്സിലെ പെണ്ണെന്താ തൻ്റെ ഇടിയാണോ? ഏതാണ്ട് നന്ദുവിനെയൊക്കെ പോലെ തന്നെ കരാട്ടയൊക്കെ പഠിച്ചതാ. അപ്പോ എൻ്റെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളെന്ന് പറയും. ഇന്നത്തെ മിക്ക അമ്മമാർക്കും അങ്ങനെ തന്നെയാ. വീട്ടിൽ തൻ്റെ അടുത്തോടെ നിൽക്കുന്നവരെ ഒന്നും ഇഷ്ടമല്ല. അവരെന്ത് പറയുന്നോ അതൊക്കെ അനുസരിച്ച് ജീവിക്കണം. ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി നവീനേട്ടാ. ആ കാലമൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷമായി. ഇത് 2025. ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ തൻ്റെ ഇടത്തോടെ ജീവിക്കണമെന്നാ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ തൻ്റെ ഇടത്തോടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നും ജീവിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എത്രയോ പേരുടെ മുൻപിൽ ഞാനൊക്കെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. പഠിച്ച് SI ആയതുപോലും ഞാൻ അതിനു വേണ്ടിയാ. എനിക്ക് തൻ്റെ ഇടം വേണം. എനിക്ക് അങ്ങനെ ആരുടെ മുൻപിൽ അടിമയായിട്ട് നിൽക്കാനൊന്നും ഇഷ്ടമല്ല നവീനേട്ടാ. അതൊക്കെ എനിക്കറിയാം. അല്ല നന്ദു കല്യാണമേ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല നവീനേട്ടാ. ഒത്തൊരു പയ്യൻ വന്നാ നോക്കും. അല്ല, നന്ദുവിനോട് ഇതുവരെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നന്ദുവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പയ്യനൊന്നും ഇതുവരെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയുള്ള പയ്യനെയാണ് നന്ദു ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. എന്നോടൊപ്പം യോജിച്ചു പോകുന്ന ഒരാളായിരിക്കണം. പിന്നെ എൻ്റെ ജോലിയിൽ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അത് ബാധിക്കാൻ പാടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാനായിട്ട് എക്സാം എഴുതി നേടിയെടുത്തതാ ഈ ജോലി. അങ്ങനെയുള്ളപ്പോൾ ഈ ജോലി തകർക്കുന്ന ഒരാൾ വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നവീനേട്ടാ. അതുകൊണ്ട് തന്നെ എന്നെ മനസ്സിലാക്കി എൻ്റെ ജീവിത രീതികളൊക്കെ അറിഞ്ഞു വരുന്നൊരു പയ്യനാണെങ്കിൽ ഓക്കെ എന്നൊക്കെ നന്ദു പറയാ. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആ കാറാപകടം നടത്തിയവനെ കൊണ്ടുവരിക. ദേ വരുന്നു ആള്. വാ. അതെ, ഇപ്രാവശ്യം നവീനേട്ടൻ പറഞ്ഞതുകൊണ്ട് വിടുക. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കരുത്. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. ചോര കണ്ട് പേടിയായിരുന്നെന്നും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞതുകൊണ്ട് വിട്ടിരിക്കുന്നു. പിന്നെ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ആക്സിഡന്റ് സംഭവിച്ച ആളുടെ കുടുംബക്കാർ നല്ല സ്ട്രോങ്ങാ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നോക്കിയും കണ്ടും വേണം നടക്കാൻ. മനസ്സിലായല്ലോ? ഒരു ഒപ്പിട്ടിട്ട് പോയിക്കോ. ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ സൈനൊക്കെ ചെയ്യുക. എന്നാ ശരി നന്ദു, ഞാൻ അങ്ങ് പോട്ടെ. ശരി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക. ദൈവമേ, അനി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ. വേണ്ട, ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ അനിക്കും അത് പ്രശ്നവും. അതുകൊണ്ട് വേണ്ട, ആ കാര്യങ്ങളൊക്കെ പിന്നീടാവട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, നവ്യെ ഭയങ്കര കലിപ്പിലിരിക്കുക. എങ്ങനെയെങ്കിലും തൻ്റെ അബിയെ രക്ഷിക്കണമെന്ന് ഓർത്ത്. അപ്പോഴത്തേക്കും ജലജ വന്നു. നവ്യെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? എന്താണേലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. എന്തൊക്കെ സംഭവിച്ചാലും മോളെ നമ്മളിനി വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ വീട്ടിലിപ്പോൾ ജാനകി മാറിയതുകൊണ്ട് 2 അടുപ്പായിരുന്ന സ്ഥലത്ത് ഇപ്പൊ വീണ്ടും ഒരടുപ്പ. അതുകൊണ്ട് തന്നെ ആ അടുപ്പ് നമ്മൾ വീണ്ടും 2 ആക്കണം മോളെ. അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നയനയും ദേവയാനിയും ഒക്കെ അവരുണ്ടാക്കുന്ന ഭക്ഷണം മോൾക്ക് വേണോ? വേണ്ടമ്മേ, എനിക്ക് വേണ്ട. അവരുണ്ടാക്കുന്ന ഭക്ഷണം ഒരു തുള്ളി പോലും ഞാൻ കഴിക്കില്ല. ആനന്ദപുരിയിലുള്ളവരൊക്കെ ഇപ്പൊ എൻ്റെ ശത്രുക്കളാ. എൻ്റെ അബിയെ ആരും ഇതാക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോ അവരൊക്കെ എൻ്റെ ശത്രുക്കളാ. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ഫുഡും എനിക്ക് ആവശ്യമില്ല അമ്മേ. അങ്ങനെയാണെങ്കിൽ വാ മോളെ, അവര് 2 ആക്കിയ അടുപ്പ് ഇനി നമുക്ക് 2 ആക്കാം. ഈ വീട്ടിലിനി നമ്മൾ 2 പേരും ചേർന്ന് പാചകം ചെയ്യാം. മോളെ, ഇനിയിപ്പോ അബി ജയിലിലായതുകൊണ്ട് ഒരു കാര്യം അമ്മ പറയാം. ഇവിടെ ആർക്കും ഇനി നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അബിയുടെ കാര്യത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തേ പറ്റൂ. അബിക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ആരുടെ മുൻപിൽ കൈനീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അബിക്ക് ജോലിയില്ല. അതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ നീ ഒരു സ്വയം തൊഴിൽ കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. നാളെ നിന്റെ കുഞ്ഞിനെങ്കിലും അത് ഉപകാരപ്പെടും. അമ്മേ, കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ട് അമ്മേ ഞാൻ സ്വന്തമായിട്ട് തൊഴിലിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തത്. കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാ. മോനെ ഞാൻ നോക്കിക്കോളാം മോളെ. മോളൊരു ജോലിക്ക് പോയാൽ അത്രയും നല്ലത്. അതിനെ തടയാൻ ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് ഞാൻ സംസാരിച്ചോളാം. എന്തായാലും അമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്ത് വേണമെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ മോൾ എന്ത് ചെയ്താലും ഞാൻ മോളുടെ സപ്പോർട്ട് ഉണ്ടാവും.
മോള് ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഉപദേശിക്കുകയാണ്. ഈ സമയം നവ്യയും ജലജയും കൂടെ അടുക്കളയിലേക്ക് ചെല്ലുക. അവിടെ നയനയും ദേവയാനിയും കൂടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നീയെന്നല്ല, ഈ വീട്ടിൽ ആരുണ്ടാക്കുന്ന ഫുഡും വേണ്ട. അത് കേട്ടതും അതെന്താ ചേച്ചി അങ്ങനെ? വേണ്ടത് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. അനാമിക ഈ വീട്ടിൽ വന്നപ്പോ ഇളയമ്മ എങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് ഇനി ഞാനും അമ്മയും ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അബിയെ വേണ്ടാത്ത നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് വേണ്ട. എന്താ മോളെ ഇത്? നയനയുടെ അവസ്ഥയൊക്കെ അറിയാലോ, എന്നിട്ട് നയന മോളെ ടെൻഷൻ അടിപ്പിക്കുമെന്നോ? എൻ്റെ വീട്ടിലുണ്ടൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ആർക്കും ഒരു ഇതുമില്ലല്ലോ. ചേച്ചി, ഞാൻ ആ കുഞ്ഞിനെ എടുക്കാൻ വരുമ്പോഴൊക്കെ ചേച്ചിയല്ലേ എൻ്റെ കയ്യിൽ തരാത്തത്, അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ഞാൻ എന്തുകൊണ്ടാ തരാത്തതെന്ന് നിനക്കറിയാലോ. എൻ്റെ അബിയെ ജയിലിലാക്കാൻ സപ്പോർട്ട് ചെയ്തവളാ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നന്ദു കേൾക്കുമായിരുന്നു. പക്ഷെ നീ പറഞ്ഞില്ല. നന്ദുവിനെ നീ ഇത് വഴക്ക് പറഞ്ഞില്ല. അങ്ങനെ നീ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, നീ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ എൻ്റെ അബിയെ അവള് ജയിലിലാക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെ പറയും ചേച്ചി, എങ്ങനെ പറയും? അവൻ ചെയ്ത തെറ്റുകളൊക്കെ ചേച്ചിക്ക് അറിയാലോ. അവൻ ചെയ്ത ഓരോ തെറ്റുകളും നമ്മുടെ തലയിൽ ശാപമായിട്ട് വന്ന് വീണിരിക്കുക. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്താ അവനോട് പറയേണ്ടത്, അവളോട് പറയേണ്ടത്? ചേച്ചി പറ. അവൻ ജ്വല്ലറിയെ മാത്രമല്ല ചതിച്ചിരിക്കുന്നത്, പല കാര്യത്തിലും ഈ കുടുംബത്തെ ചതിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയൊക്കെ ആയാലും ആദർശേട്ടനെ പോലെ ഒന്നും ചതിച്ചിട്ടില്ല. ആദർശധീരനായ അവൻ എന്താ ചെയ്തത്? നിന്നെ ചതിച്ചില്ലേ, മറ്റൊരു പെണ്ണിനെ ചതിച്ച് ആ പെണ്ണിനെ ചതിച്ചിട്ട് വിഷമിപ്പിച്ചില്ലേ? അത്ര വലിയ തെറ്റൊന്നും എൻ്റെ അഭി ചെയ്തിട്ടില്ലല്ലോ. നവ്യെ, നീ അതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ട. ഇനി എന്തെങ്കിലും മിണ്ടിയാ പറയാനുള്ളത് മുഴുവനും ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് നവീൻ ഇവിടെ വരുന്ന ദിവസമാണ്. ആ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ വേണം അവനെ വരവേൽക്കാൻ. എന്തിന്? അവൻ എൻ്റെ ക്ലാസ്മേറ്റാ. എന്നിട്ടും അവനെ വിളിച്ച് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവനത് ചെയ്തു തരാൻ കഴിയില്ല. കാരണം അവൻ എന്നേക്കാൾ കൂറ് ഇവളോടും ആദർശനോടും മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവനെ സ്വീകരിക്കുന്നേ? ഞാൻ എന്തിനാ അവനെ ബഹുമാനിക്കുന്നേ? ഞാൻ എന്തിനാ അവന് മര്യാദ കൊടുക്കണം? അതിന്റെ ഒരാവശ്യവും എനിക്കില്ല, അത് ഞാൻ ചെയ്യത്തുമില്ല. അങ്ങനെയുള്ളപ്പോ എന്നാരും അവന്റെ കാര്യം പറഞ്ഞ എന്നോട് ആരും വരെയും വേണ്ട, മനസ്സിലായല്ലോ എന്നും പറയാ. അമ്മേ, എന്തായാലും നമുക്കിന്ന് പാചകം ഉണ്ടാക്കാം, അവരെന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി തിന്നട്ടെ എന്നും പറയാ. ഇത് കേട്ടതും ചേച്ചി, വേണ്ട ചേച്ചി, മോളെ ആ തക്കാളി ഒന്ന് അരിയോ? ശരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ തക്കാളി അരിയാൻ തുടങ്ങുക. ഈ സമയം മോൾ അടുക്കളയിൽ നിന്ന് പോയിക്കോ, എന്തായാലും ജാനകിയോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക. ഈ സമയം ദേവയാനി മൈൻഡൊന്നും ചെയ്യാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നവീൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെയാണ്, മുത്തശ്ശനെയൊക്കെയാണ്. അവരിങ്ങനെ ഓരോ ഫോട്ടോസുകളൊക്കെ കാണിച്ചു കൊടുക്കുക. ദേച്ചാ, ഈ പെൺകുട്ടി എങ്ങനെയുണ്ട്? എല്ലാ പെൺകുട്ടികളെയും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് മോളെ, പക്ഷെ അവന് ഇഷ്ടപ്പെടണ്ടേ, അതാ അച്ഛാ പാട്. എന്തായാലും അവനിങ്ങ് വരട്ടെ. എടാ, ഇഷ്ടം പോലെ പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട്, എങ്ങനെയുണ്ട്? അത് കേട്ടതും മുത്തശ്ശ, നമുക്കൊരു പോലീസിനെയോ വക്കീലിനെയോ ഒക്കെ ആലോചിച്ചാലോ? കൊണ്ടുവാ. എന്നിട്ട് കല്യാണ സമയമാകുമ്പോൾ പയ്യന് അമ്മ ഉണ്ടാവില്ല. കല്യാണ സമയമാകുമ്പോൾ മാത്രമല്ല, കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാ. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറുള്ള പെണ്ണിനല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മരുമകളെയാണ് അമ്മയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെയാണ് അവൾ ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളല്ലേ മുത്തശ്ശ നോക്കേണ്ടത്. ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ നീ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറ, നിന്റെ മനസ്സിൽ ആരാണെന്ന് പറ. ഞാനിപ്പോൾ അനന്തപുരിയിലേക്ക് പോവുക, അവരൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ കാത്തിരിക്കുക, അവിടെ ചെന്ന് സംസാരിക്കുക അച്ഛാ, മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അങ്ങ് പോവുക. ഈ സമയം അല്ലെങ്കിലേ പയ്യനൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. അതാരാണെന്ന് അറിയാനിരിക്കും ഞാനും. അതിനിടെ കൂടെ ഈ മേടം എല്ലാം കൊളാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുമസ്തനും. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയാണ്. അബിയാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ജയിലിൽ ജലജ പോയി കാണാൻ പോവുക. എന്തായി മോനെ കാര്യങ്ങളൊക്കെ, എല്ലാം ഓക്കെ ആണോ? അത് കേട്ടതും എന്തൊക്കെ ആവാൻ മോനെ, ഞാൻ ആ ജ്യൂസിൽ കലക്കി കൊടുത്ത മരുന്നിന് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാനുള്ള വീര്യം കുറവായിരുന്നു. അത് കേട്ടതും അബി കൈ മുറുക്കെ ആ സെല്ലിൽ ഒരു ഒറ്റപ്പെടുത്തം. അപ്പൊ ജലജയൊന്ന് ഞെട്ടി. ഒരു കാര്യം നടക്കുന്നില്ലല്ലോ അമ്മ, അവൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ പാളിപ്പോവുകയാണല്ലോ. അതാ മോനെ ഞാനും പറഞ്ഞത്. പക്ഷേ നിന്റെ ഭാര്യ കളി തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ ജയിലിലാക്കിയവളുമാരോട് ഒരിക്കലും ക്ഷമിക്കാനാവുന്നില്ല. അന്ന് ജാനകി ചെയ്തതുപോലെ ഇന്നും നമ്മുടെ അനന്തപുരിയില് രണ്ടടുപ്പ. ഇന്ന് നവ്യ ഉണ്ടാക്കുന്ന ഭക്ഷണവും ആ ദേവയാനി ഉണ്ടാക്കുന്ന ഭക്ഷണവും അടുക്കളയിൽ ഇങ്ങനെ ഓടി നടക്കുക. എന്തായാലും
എനിക്കിപ്പോ വാശി കൂടിയമ്മേ, എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ തകർക്കണം. എടാ മോനെ, നിന്റെ ഭാര്യ അതിനൊരുമ്പിട്ട് നിന്നോളും. ഇപ്പൊ എനിക്ക് അവളെ തേനേന്നും പാലെന്നൊക്കെ വിളിക്കേണ്ട കാര്യം വന്നിരിക്കുക. സാരല്ലമ്മേ, വിളിക്കണം. നമ്മുടെ ആവശ്യം നടക്കുന്നത് വരെ തേനെ പാലേ ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോ നമ്മുടെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാ. ഇത് കേട്ടതും നമ്മുടെ ജലജ എങ്ങനെ ഓരോന്ന് ആലോചിക്കുക. അമ്മ എന്താ ആലോചിക്കുന്നേ? എങ്ങനെ അവളെ ഇല്ലാതാക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. ആ നയനയുടെ വയറ്റിലെ കുഞ്ഞ് എങ്ങനെയെങ്കിലും തീരുമെന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷെ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിലെ സങ്കടം കൂടി കൂടി വരിക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അഭി, സാരമില്ലമ്മേ, എന്തായാലും ഇനിയിപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് അവിടെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അനന്തപുരിയിലുള്ളവർക്ക് ഒരിക്കലും സമാധാനം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഉപദേശിച്ചു. ഈ സമയം പിന്നീട് കാണിക്കുന്ന നവീൻ്റെ അമ്മയാ. അച്ഛാ, അവൻ അനന്തപുരിയിലേക്കാണ് പോയിരിക്കുന്നത്. മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കച്ചാ. എങ്ങനെയാണെങ്കിലും അവര് തമ്മിൽ സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റിക്കോളൂ വെച്ചാ. എന്നാ പിന്നെ ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു എന്നും പറഞ്ഞ് ഫോൺ വിളിക്കുക. അപ്പോഴത്തേക്ക് വസുന്ധരാമ്മയോട് ചോദിക്കുക, ആരാടോ? നരസിംഹൻ സാറാ. എങ്ങെടുത്തേ, നവീൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, പിന്നെ എന്ത് പറ്റി എന്നും ആലോചിച്ചുകൊണ്ട് ഫോൺ മേടിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. ഹലോ, എടോ നരസിംഹ, നവീൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. താനും മരുമോളൊക്കെ വരുന്നുണ്ടോ? ഇല്ലടോ, ഞങ്ങളിപ്പോ വരുന്നില്ല. ഞാനേ മറ്റൊരു കാര്യം പറയാനാ തന്നെ വിളിച്ചത്. എടോ, നവീന് പ്രായം ഇത്രയായി, അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ കാത്തിരിക്കുക. ഞാനും നവീൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പേരക്കുട്ടിയെ താലോലിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഉള്ള വയസ്സല്ലേടോ. അങ്ങനെ ഒരു മോഹം മനസ്സിലേക്ക് കയറി കൂടി. അതുകൊണ്ട് ഇന്ന് അവിടെ വരുന്നവനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഉപദേശിക്കാമോ? അത് കേട്ടതും അത്രയേ ഉള്ളോ? ഞാനാകെ പേടിച്ചു പോയി. സത്യം പറയാലോ, നവീൻ കാരണമാ ഇന്ന് ഞങ്ങളുടെ കുടുംബം സന്തോഷമായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നവീൻ്റെ കുടുംബവും സന്തോഷമാക്കാൻ ഞങ്ങൾ ഉത്തരവാദികളാണ്. ഞങ്ങൾ ചെയ്തു തരാന്നേ. എന്താ സംസാരിക്കണ്ടെന്ന് വെച്ചാൽ അതുപോലെ തന്നെ സംസാരിക്കാം. അതെ, ചെറുക്കൻ്റെ മനസ്സിലൊരു പെൺകുട്ടി കയറി കൂടിയിട്ടുണ്ട്. അവൾ ആരാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാടോ. ശരിയാടോ നരസിംഹ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്യുക. എന്താ അദ്ദേഹം പറഞ്ഞത്? നവീന്റെ കല്യാണക്കാരിയാ. അവൻ ഇപ്പോഴും കല്യാണം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ തൻ്റെ അടികളായ പെൺകുട്ടികളെ വേണ്ട, അവനാണെങ്കിൽ തൻ്റെ അടികളായ പെൺകുട്ടികളെയാണ് ഇഷ്ടം. അങ്ങനെ വരുമ്പോ നവീന്റെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ പെണ്ണിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ചെലവും നമ്മൾ നോക്കും. പയ്യന്റെയും നമ്മുടെ കുടുംബത്തിന് ഒരുപാട് സഹായം ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ സഹായിക്കണം. അത് ശരിയാ, നവീൻ കാരണമാ ജയിലിൽ പോകാതെ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. അനാമികയുടെ കാര്യം തന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തൊക്കെ കള്ളങ്ങളാ അവള് കോടതിയിൽ പറഞ്ഞു കൂട്ടിയത്. ആ കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് ജഡ്ജ് നമ്മളെ ജയിലിലാക്കാതിരുന്നത് നവീനുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് നവീന്റെ ഈ ആഗ്രഹം എന്താണെങ്കിലും നമ്മൾ അത് മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണം അല്ലേ എന്നും നമ്മുടെ വസുന്ധരാമ്മ. അത് ശരിയാണോ എന്നും മുത്തശ്ശൻ. ഈ സമയം വസുന്ധരാമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് മുത്തശ്ശൻ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നയനയെയും അനിയെയുമാണ്. നവീനെയും കാത്തു നിൽക്കുക. അപ്പോഴേക്കും നവീൻ വന്നു. വാട നവീനെ, ഞാൻ എനിക്ക് നിങ്ങളെല്ലാരും പാർട്ടി തന്നതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും? അതെ, ഞങ്ങളൊക്കെ തന്നാലും ഇവിടെയുള്ളവർക്ക് അത് തൃപ്തിയല്ല. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മ വലിയമ്മയും ഇളയും എൻ്റെ അമ്മയും ഒക്കെ കൂടെ ചേർന്ന് പാർട്ടി ഒരുക്കിയിരിക്കുക. അപ്പൊ ഒരു ഉഗ്രൻ സദ്യ ആയിരിക്കുമല്ലോ. പിന്നെ അത് പിന്നെ പ്രത്യേകം പറയണോ? എന്നാലും പേടിയുണ്ട് നവീനെ. എന്തിന്? അടുത്ത കോടതി കൂടുമ്പോ അനാമിക എന്തെങ്കിലും പറഞ്ഞു ഉണ്ടാക്കുമെന്ന് എന്നും ദേവയാനി ചോദിക്കുക. അതൊന്നോർത്ത് പേടിക്കണ്ട അമ്മേ, ഒന്നും സംഭവിക്കില്ല. അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും വന്നു കഴിഞ്ഞു. പിന്നെ അവള് മനസ്സ് മാറുമെന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നോ അറിയാൻ വേണ്ടിയാ അവൾക്ക് കോടതി സമയം കൊടുത്തിരിക്കുന്നത്. ആ സമയം കഴിഞ്ഞാൽ ഉടനെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോ. എന്തൊക്കെ സംഭവിച്ചാലും അനിക്കും അനാമികയ്ക്കും ഇനി ഒരുമിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല. ഇതൊക്കെ കോടതി എല്ലായിടത്തും കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ റൂൾസ് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് സമയം തന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അനാമികയുമായിട്ട് അനിക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത കോടതി കൂടുമ്പോൾ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഞങ്ങളെല്ലാം എടുത്തു വെക്കാം. വാ, നവീന് എന്താ കുടിക്കാൻ വേണ്ടേ? അതൊന്നും വേണ്ട, ഇവന് ആദ്യം ഊണ് കൊടുക്കാം. കഴിച്ചതിന് ശേഷം ഇവന് മോര് കൊടുക്കാം. അതല്ലേ നല്ലത്. ആദ്യം തന്നെ കുടിക്കാൻ കൊടുത്താൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല.
അത് ശരിയാ എന്നും പറയാ. ഈ സമയം എന്നാ വാടാകത്തേക്ക് എന്നും പറഞ്ഞ് നമ്മുടെ നവീനകത്തേക്ക് വിളിക്കുക. ഈ സമയം നവീൻ വരുന്നത് കണ്ട നവ്യ അവിടെ ഹോളില് സോഫയ്ക്ക് മേലെ മുത്തശ്ശൻ ഇരിക്കുന്നത് പോലെ കാലും മേൽ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വീട്ടിലെ എല്ലാ അവകാശിയും താനാണെന്നുള്ള ഒരു ധാരണയില്. പക്ഷേ നവ്യക്ക് അവിടെ പട്ടിയുടെ വില പോലും ഇല്ലാന്ന് അറിയാതെയാണ് നവ്യ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.